മനസ്സിലായി. തങ്കമണിയെ പറ്റി അത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ 7-ാം തീയതി വന്ന് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ജിജ്ഞാസ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും കലാസ്നേഹികളായ നിങ്ങളോട് എവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ മുൻപ് തിരുവനന്തപുരത്തുകാരെ ഒക്കെയാണ് എല്ലാവരും പലരും വന്നു പോയതെങ്കിലും ഞാനും ഒരു തിരുവിതാംകൂറുകാരനാണ്. കാരണം കോട്ടയത്താണ് ഞാൻ ജനിച്ചതെങ്കിലും അത് തിരുവിതാംകൂറിലുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാനും തിരുവിതാംകൂറുകാരൻ തന്നെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ കലാപരമായ ജീവിതത്തിലേക്ക് ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്നതും ഈ തിരുവനന്തപുരത്തെ മണ്ണിലൂടെയാണ്. 1975-76 കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തുള്ള പുത്തരിക്കണ്ടം മൈതാനത്ത് കലാനിലയം സ്ഥിരം നാടകവേദിയിലൂടെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്, കലാരംഗത്തേക്ക് വരുന്നത്. അന്നു മുതൽ കലാരംഗത്ത് ഈ സമയം വരെയും പിടിച്ചു നിൽക്കുവാൻ എനിക്ക് സാധിച്ചത് ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച ആ ഒരു തുടക്കമാണ് ഇതുവരെ എന്നെ നിലനിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം എൻ്റെ കർമ്മനിരതമായ ഒരു ഭൂമിയാണ്. ധാരാളം നാടകങ്ങൾ ഈ പ്രദേശങ്ങളെല്ലാം ഞാൻ കളിച്ചിട്ടുണ്ട്. 49 വർഷത്തോളം പ്രൊഫഷണൽ നാടകങ്ങൾ ചെയ്യുന്നതാണ്. അതൊക്കെ ഇവിടെ ഇരിക്കുന്നത്. സിനിമയിൽ വന്നിട്ട് കുറേ സിനിമകൾ, മലയാള സിനിമയിൽ ഒരു വിധപ്പെട്ട എല്ലാ നായക നടന്മാരുടെയും കൂടെ ഞാൻ അഭിനയിച്ചു. ദിലീപിൻ്റെ കൂടെ ഇത് 2ാമത്തെ പടമാണ്. ഇതിനു മുൻപ് ഒന്ന് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമയിൽ ആണ് അഭിനയിച്ചത്. അതിലൊരു ഭാഗ്യദോഷം സംഭവിച്ചു. എനിക്ക് എൻ്റെ ക്യാരക്ടർ എനിക്ക് പൂർത്തിയായി അഭിനയിക്കാനായിട്ട് സാധിച്ചില്ല. അതിനകത്തൊരു 3-4 സീൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ സീൻ അടുത്ത ഷെഡ്യൂളിലേക്ക് വെച്ചപ്പോൾ ആ ഷെഡ്യൂൾ കുറച്ച് നീണ്ടുപോയി. അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗം എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ മറ്റൊരു സിനിമയുടെ ഇതിലായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അതിൽ ഒത്തിരി നിരാശപ്പെട്ടു. അതിൻ്റെ എല്ലാം കേട് തീർന്ന് അതിനെല്ലാം കൂടി കണക്കാക്കിക്കൊണ്ട് ഈ ദിലീപിൻ്റെ കൂടെയുള്ള 2ാമത്തെ സിനിമയാണ് ഇപ്പോൾ ഈ തങ്കമണി. അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ മുതൽ എല്ലാവിധ പോസിറ്റീവ് എനർജിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കുണ്ടായി. കാരണം അദ്ദേഹവും ഞാനുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം അങ്ങനത്തെ ഒരു സീനുകളായിരുന്നു. അപ്പം അത് വളരെയധികം സന്തോഷകരമായ രീതിയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കലാകാരൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സ്, അതായത് നടൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യൻ്റെ മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകനെ എത്രമാത്രം ശ്രദ്ധിക്കുന്നോ അതനുസരിച്ച് കൂടെ നിൽക്കുന്ന നടൻ അതിഗംഭീരമായി ഉയർന്നു പോകും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതൊരു വലിയ കലാകാരനെ സംബന്ധിച്ച് ഒരു വലിയ കഴിവ് തന്നെയാണ് അങ്ങനെ ചിന്ത കൂടി ഉണ്ടാകുന്നത്. കാരണം തന്നേക്കാൾ വലിയവൻ്റെ കൂടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് താഴേക്ക് ആ കലയുടെ ചൈതന്യം ഒഴുകൂ എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ പോലുള്ള ഒരാളിൻ്റെ കൂടെ സഹകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കാണ് ഏറ്റവും ഗുണമുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ സിനിമ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചലനം സൃഷ്ടിക്കുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എല്ലാത്തിലും ഉപരിയായി എനിക്ക് പറയാനുള്ളത്, ഒരു സിനിമയെ സംബന്ധിച്ച് എൻ്റെ അടിസ്ഥാനപരമായി എല്ലാം ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നതിൽ ഒരു ശക്തിയുണ്ട്. അതായത് ഇതിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയധികം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗർഭിണിയായ സ്ത്രീയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് അത് ഭർത്താവ് ഉൾപ്പെടെ അമ്മായിയച്ഛനും അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ വെളിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്ന പോലെ ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പരിഭ്രമിക്കുകയും ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും അല്ലെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട്
പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് ഭർത്താവാണ്, ആ ഗർഭിണിയുടെ ഭർത്താവായിരിക്കും. എന്ന് പറയുന്നത് പോലെ ഈ സിനിമയുടെ ഭർത്താവ് തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അദ്ദേഹത്തെ സംബന്ധിച്ചും വലിയൊരു വെല്ലുവിളി തന്നെയാണ്.